അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെൽത്ത് കെയർ വീഡിയോ ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ചായപ്പൊടിയാണ്. ഏത് ബ്രാൻഡ് ചായപ്പൊടി എടുത്താലും മതി. ചായപ്പൊടിയിൽ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ചായപ്പൊടിയിലുണ്ട്. ചായപ്പൊടി സാധാരണ ചായ തയ്യാറാക്കാനാണ് നമ്മൾ എടുക്കുന്നത്. ചായപ്പൊടി ചായ തയ്യാറാക്കി എടുക്കാൻ മാത്രമല്ല നല്ലൊരു ബ്യൂട്ടി പ്രൊഡക്റ്റ് കൂടിയാണ്. ചായപ്പൊടി സ്കിന്നിനായാലും തലമുടിക്കായാലും നല്ലൊരു പാക്കായിട്ട് യൂസ് ചെയ്യാം. നല്ല തരിതരിപ്പായിട്ടുള്ള ചായപ്പൊടി നല്ലൊരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സ്കിന്നിന് മാത്രമല്ല തലമുടിക്കും പ്രയോജനമുള്ള ഒന്നാണ് ചായപ്പൊടി. മുടി നല്ല കട്ടിയുള്ളതും പൊട്ടിപ്പോകുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു. മുടി നല്ല തിളക്കം തരും. മുടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടും മുടി നല്ല കറുക്കാനും മുടി വളരാൻ ചായപ്പൊടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. കുറഞ്ഞ സമയം കൊണ്ട് വീട്ടിലെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് വേഗം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കറുത്ത കട്ടിയുള്ള നീണ്ട മുടി കിട്ടുന്നതിനും ഇത് സഹായിക്കും. ചായപ്പൊടി മുടി നന്നായിട്ട് വളരുന്നതിനും ഹെയർ ഫോളിക്കൽസിന് നല്ല സ്ട്രെങ്ത് കൊടുക്കുകയും അങ്ങനെ മുടി ഇടതൂർന്ന് വളരുകയും ചെയ്യും. ചായപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന ചില സവിശേഷ ഗുണങ്ങൾ മുടിയെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും മുടി കൊഴിച്ചിൽ തടയാനും മുടിക്ക് നല്ല കറുത്ത നിറം കിട്ടുന്നതിനും മുടിക്ക് തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. ഈ ഒരു പാത്രത്തില് 250 ml കപ്പിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇപ്പൊ വെള്ളം എന്താ തിളച്ചിട്ടുണ്ട്. ഇനി തിളച്ച വെള്ളത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചായപ്പൊടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെക്കുക. ചായപ്പൊടി വെള്ളത്തിൽ തിളപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചായപ്പൊടിയുടെ എല്ലാ ഗുണങ്ങളും വെള്ളത്തിൽ ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ചായപ്പൊടിയിൽ കഫീന്റെ അളവ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ സ്കാൽപ്പിലും തലമുടിയിലും എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇത് മാറ്റിത്തരും. ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് ഈ ചായപ്പൊടി. ഹോർമോണിന്റെ വ്യത്യാസത്തിൽ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ, പീരീഡ്സ് മൂലമുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ, തൈറോയ്ഡ് മൂലമുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള മുടി കൊഴിച്ചിൽ, അങ്ങനെ ഏത് തരത്തിലുള്ള മുടി കൊഴിച്ചിലും നിഷ്പ്രയാസം മാറ്റിയെടുക്കുന്നതിന് സാധിക്കും. കഷണ്ടി മാറ്റിയെടുക്കുന്നതിനും ചായപ്പൊടിക്ക് കഴിവുണ്ട്. മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും നരച്ച മുടി തടയുന്നതിനും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ചായപ്പൊടിയിലുണ്ട്. കേടായ മുടി വീണ്ടും മൃദുവും തിളക്കമുള്ളതാക്കാൻ സഹായിക്കുന്ന നല്ല പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണ് ചായപ്പൊടി. ചായപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചായപ്പൊടിയുടെ എല്ലാ ഗുണങ്ങളും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ആണ്. ഞാനിപ്പോ ഇതുപോലത്തെ ഒരു ചെറിയ പാക്കറ്റ് ഷാമ്പു ഇതായി എടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത ഷാമ്പു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യും തോറും ഇതുപോലെ പതഞ്ഞ് വരും. ഇനി അടുത്തതായിട്ട് വേണ്ടത് ചെറുനാരങ്ങയാണ്. നാരങ്ങ ചെറിയൊരു ഫലവർഗമാണെങ്കിലും ഇത് വളരെയേറെ ഗുണങ്ങൾ ഉള്ള ഒന്നാണ്. മുടിയുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ നാരങ്ങ നീര് സഹായിക്കും. നാരങ്ങ നീരിനെ താരൻ പരിഹരിക്കാൻ ഏറെ നല്ലതാണ്. മുടിക്ക് തിളക്കം നൽകാനുള്ള പ്രധാന വഴിയാണ് നാരങ്ങ നീര്. നാരങ്ങ നീര് മുടിയിൽ നേരിട്ട് അപ്ലൈ ചെയ്യരുത്. നേർപ്പിച്ച് മാത്രമേ മുടിയിൽ അപ്ലൈ ചെയ്യാവൂ. നാരങ്ങ നീര് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചാൽ അത് പനങ്കുല പോലെ മുടി വളരാൻ സഹായിക്കും. ചെറുനാരങ്ങ നീര് തലയോട്ടിയിലും മുടിയിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കിനെ ഇല്ലാതാക്കുന്നു. തലയോട്ടിയിൽ ചൊറിച്ചിലിന്റെ പ്രധാന കാരണം തന്നെ താരനും പേനും മറ്റുമാണ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് പറ്റിപ്പിടിച്ചിരിക്കുന്ന താരൻ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ കഴിയും. മുടിയുടെ സർവ്വസാധാരണമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് താരൻ. തലയോട്ടിയിൽ ചൊറിച്ചിലും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന ഒന്നാണിത്. നിരവധി കാരണങ്ങൾ കൊണ്ട് താരൻ ഉണ്ടാവാം. വരണ്ടതോ എണ്ണമയമുള്ളതോ ആയ ചർമ്മം, തലയോട്ടിയിൽ വസിക്കുന്ന പ്രത്യേകതരം ഫംഗസിന്റെ വളർച്ച ഒരുപാട് തലയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കും. ഇതെല്ലാം മാറ്റിയെടുക്കുന്നതിനും നാരങ്ങ നീരിന് കഴിവുണ്ട്. നാരങ്ങയില് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട്. ഒപ്പം തന്നെ വിറ്റാമിൻ സി, വിലയേറിയ ധാതുക്കൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇവ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും സഹായിക്കും. മുടിയുടെ ആവശ്യമായ പോഷകങ്ങളായ വിറ്റാമിൻ സി, സിട്രിക് ആസിഡ്, ഇരുമ്പ് എന്നിവ നാരങ്ങയിലുണ്ട്. ഇത് രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതി നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, മിക്സ് ചെയ്യും തോറും ഇത് പതഞ്ഞ് വരുന്നത്. ഇനി നല്ലവണ്ണം ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, മിക്സ് ചെയ്യും തോറും ഇത് പതഞ്ഞ് വരുന്നത്. നല്ലൊരു മണമാണ്. അപ്പൊ നമ്മുടെ തലമുടിയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഷാമ്പു ഇവിടെ റെഡി ആയിട്ടുണ്ട്.
മുടി കൊഴിച്ചിലുള്ളവരും അതുപോലെ തൈറോയ്ഡ് പ്രശ്നങ്ങളുള്ളവരും ഏത് തരത്തിലുള്ള മുടി കൊഴിച്ചിലായാലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അങ്ങനെ ഏത് തരത്തിലുള്ള മുടി കൊഴിച്ചിലായാലും ഈ ഷാമ്പു അപ്ലൈ ചെയ്താൽ മതി. ചൊറിച്ചിലൊക്കെ മാറ്റി, താരനൊക്കെ മാറ്റി, മുടി നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുന്നതിനും പൊട്ടിപ്പോകുന്ന മുടിക്ക് നല്ല നീളം വെക്കുന്നതിനും അതുപോലെ തന്നെ തലയിലുള്ള ഈൻ, പേര് എന്നിവ പൂർണ്ണമായിട്ട് മാറി കിട്ടുന്നതിനും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്നതിനും നല്ല ഉറക്കം കിട്ടുന്നതിനും ഈ ഷാമ്പു വളരെയധികം ഉപകാരപ്രദമാണ്. മിക്കവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടിയിഴകൾ തുടർച്ചയായിട്ട് പൊട്ടിപ്പോകുന്നത്. പ്രത്യേകിച്ച് മുടി ചീകി വൃത്തിയാക്കുന്ന സമയങ്ങളിൽ വേണ്ടത്ര ജലാംശം ഇല്ലാതെ വരികയും അതുമൂലം പോഷകങ്ങൾ കുറയുകയും ചെയ്യുന്നതാണ് മുടിയിഴകൾ പൊട്ടിപ്പോകുന്നത്. ഇത് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അപ്ലൈ ചെയ്യുക. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചെയ്യുക. ഡാൻഡ്രഫ് മാറ്റുകയും ഡെഡ് സ്കിൻ മാറ്റുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മുടി പൊട്ടിപ്പോകുന്നത്, മുടി കൊഴിയുന്നത്, മുടിക്ക് ബലക്കുറവ്, ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പരിഹരിക്കുന്നതിനും സ്മൂത്ത് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഷൈനിങ്ങും ആയിട്ടും നല്ല കറുത്ത നീളമുള്ള മുടി കിട്ടുന്നതിനും ഇത് സഹായിക്കും. ഈ ഷാമ്പു സ്കാൽപ്പിലും തലയിലും മുഴുവനും മുടി ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക. ഇതിന്റെ ഗുണങ്ങളെല്ലാം തന്നെ തലയിൽ പിടിക്കും. അങ്ങനെ മുടി പെട്ടെന്ന് വളർന്നു കിട്ടും. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. 5 മിനിറ്റ് കഴിഞ്ഞ് സാധാരണ പച്ചവെള്ളത്തിൽ കഴുകി കളയുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാനിത് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത്. തലയോട്ടി സംബന്ധമായ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് പരിഹരിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്